എല്ലാവർക്കും SR കറിവെള്ളിലേക്ക് സ്വാഗതം. കടച്ചക്ക കൊണ്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. പ്ലേറ്റ് കാലിയാക്കുന്നത് അറിയില്ല. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കടച്ചക്കയാണ്. കടച്ചക്കയുടെ തൊലിയൊക്കെ ചെത്തി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ കടച്ചക്കയുടെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അധികം തിന്നുമല്ല എന്ന കട്ടിയിലല്ലാത്ത വിധത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഇനി ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി കട്ട് ചെയ്ത കടച്ചക്ക നല്ലതുപോലെ കഴുകി മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് വെള്ളം സ്റ്റൗവിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ആക്കി വെച്ച കടച്ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3/4 വേവ് ആയതിനു ശേഷം ഇതൊരു സ്ട്രൈനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 3/4 വേവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രൈനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം നല്ലതുപോലെ വാർന്ന് കിട്ടും വേണം. തണുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. കടച്ചക്ക നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണ്ട, എന്നാൽ ഒരുവിധം മൊരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാം. ഇപ്പൊ ദേ ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കുറച്ച് നാളികേരക്കൊത്ത് എടുത്തിട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സബോള നൈസായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. സബോള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, ഒരു ഗോൾഡൻ കളർ വരെ ആവുന്നത് വരെ. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സബോള നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ റോ സ്മെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കടച്ചക്ക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കടച്ചക്കയിൽ മസാല പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുവിധം മൊരിഞ്ഞ് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അടിപൊളി കടച്ചക്ക ഫ്രൈ ആണ്. ഇത് വെറുതെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.